ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന പ്രതിപക്ഷത്തിൻ്റെ മുദ്രാവാക്യം ഈ രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ശക്തി പ്രകടനമായി ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ റാലി മാറിക്കഴിഞ്ഞു. രാജ്യം തന്നെ നരേന്ദ്രമോദിയെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന റാലിയിൽ 28 പ്രതിപക്ഷ പാർട്ടികളാണ് രാജ്യത്ത് നിന്ന് പങ്കെടുത്തിരിക്കുന്നത്. വേണ്ടത്ര തെളിവുകളൊന്നുമില്ലാതെ ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. BJP സർക്കാർ അധികാരഭ്രഷ്ടരാകാൻ ഒരു അടിയന്തര കാരണമായി ഇത് മാറുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുകയാണ്. കാരണം പ്രതിപക്ഷം നരേന്ദ്രമോദിയെ തകർക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു. കാരണം പ്രതിപക്ഷം മോദിയെ തകർക്കാൻ പറ്റുന്ന തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചതോടെ ജനലക്ഷങ്ങൾ ഇളകിമറിഞ്ഞു. കെജ്രിവാൾ രാജിവെക്കണോ അല്ല വേണ്ടയോ എന്ന് സുനിത ചോദിച്ചപ്പോൾ രാജിവെക്കരുത് എന്ന് അലമുറയിടുന്ന ജനലക്ഷങ്ങൾ രാംലീല മൈതാനിയിൽ തകർത്താടി. കെജ്രിവാളിന് നീതി വേണമെന്നും ഒരു കാരണവുമില്ലാതെയാണ് തടവറയിലിട്ടിരിക്കുന്നതും എന്നുള്ള ജനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ദില്ലിയിലെ ഇന്ദ്രപ്രസ്ഥത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെജ്രിവാൾ നൽകിയ 6 വാഗ്ദാനങ്ങൾ അടങ്ങിയ സന്ദേശമാണ് സുനിത അവിടെ വായിച്ചത്. സുനിത കെജ്രിവാൾ വായിച്ചതിൽ ഇതും പെടുന്നു. ജയിലിൽ കഴിയുന്ന നിങ്ങളുടെ സ്വന്തം അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദേശമാണ് താൻ വായിക്കുന്നതെന്നും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെജ്രിവാളിനെ ജയിലിൽ അടച്ചു. പ്രധാനമന്ത്രി ചെയ്തത് ശരിയായ കാര്യമാണോ? കെജ്രിവാൾ യഥാർത്ഥ ദേശസ്നേഹിയാണെന്നും സത്യസന്ധനായ വ്യക്തിയാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുമതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉത്തരമായി ഈ രാജ്യമറിയാൻ. കെജ്രിവാൾ ജയിലിലാണെന്നും രാജിവെക്കണമെന്നുമാണ് BJP നിരന്തരം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മോദിക്കെതിരെയുള്ള ഒരു സിംഹഗർജനമാകാറുള്ള അദ്ദേഹത്തെ അവർക്കൊരുപാട് കാലം ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല എന്നോർക്കുന്നത് നല്ലത് എന്ന സുനിത കെജ്രിവാളിൻ്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് ലഭിച്ചിരിക്കുന്നത്. കെജ്രിവാളിന് പിന്തുണയും ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ അണിനിരന്നു. ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറനും വേദിയിലെത്തി. സത്യത്തിൽ ഇത് 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കുന്നതിന് ജനങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുവാദം നൽകിയ ആദ്യ റാലിയായിരുന്നു രാംലീല മൈതാനത്ത് നടന്നിരിക്കുന്നത്. ജനാധിപത്യത്തെ തകർത്തയാളാണ് മോദി. ഈ രാജ്യത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇനി ഇവിടെ മോദി തരംഗമൊന്നുമില്ല എന്നതാണ് ഇന്ന് രാജ്യം വിളിച്ചു പറഞ്ഞത്.